കാക്കയും കുറുക്കനും. ഒരു ദിവസം ഒരു കുറുക്കൻ വിശന്ന് വലഞ്ഞ് ആഹാരം തേടി നടക്കുകയായിരുന്നു. അവൻ ഭക്ഷണത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു. എങ്ങു നിന്നും ആഹാരം കിട്ടിയില്ല. അപ്പോഴാണ് ഒരു അപ്പക്കഷ്ണവും കൊക്കിൽ കരുതി ഒരു കാക്ക പറന്നു പോകുന്നത് കുറുക്കൻ കണ്ടത്. എങ്ങനെയെങ്കിലും ആ അപ്പക്കഷ്ണം കൈക്കലാക്കണം എന്നതായി കുറുക്കന്റെ ചിന്ത. കാക്ക പറന്നു പോകുന്ന ദിശയിലേക്ക് കുറുക്കൻ പിന്തുടർന്നു. കാക്ക ഒരു മരക്കൊമ്പിൽ ഇരിക്കുന്നത് കുറുക്കൻ കണ്ടു. ആ മരത്തിന്റെ താഴെ നിന്നുകൊണ്ട് കുറുക്കൻ പറഞ്ഞു, ഹേ കാക്കേ, നമസ്കാരം, ഒരു നല്ല ദിവസം നേരുന്നു. അതിശയത്തോടെ കാക്ക തന്നെ ആരാണ് വിളിച്ചത് എന്നറിയാൻ താഴേക്ക് നോക്കി. തന്ത്രശാലിയായ കുറുക്കൻ കാക്കയെ വെറുതെ പ്രശംസിക്കുവാൻ തുടങ്ങി. ഇന്നു നിന്നെ കാണാൻ എന്തു ഭംഗിയാണ്! എത്ര സുന്ദരമായാണ് നിന്റെ തൂവലുകൾ ഇരിക്കുന്നത്! ഹോ, തിളക്കമുള്ള നിന്റെ കണ്ണുകൾ കണ്ടാൽ ആരും നോക്കി നിന്നു പോവും. ഇത്രയും സുന്ദരിയായ നിന്റെ സ്വരം കേൾക്കാൻ എന്തു രസമായിരിക്കും! നിന്റെ സ്വരം ഒന്ന് ഞാൻ കേൾക്കട്ടെ. ഞാൻ പറയുന്നു, പക്ഷികളിൽ നീയാണ് രാജ്ഞി. കുറുക്കൻ പറഞ്ഞതെല്ലാം വിശ്വസിച്ച കാക്ക തല ഉയർത്തി കാ കാ എന്ന് പറയാൻ തുടങ്ങി. വായ തുറന്നപ്പോൾ തന്നെ വായിൽ നിന്നും അപ്പക്കഷ്ണം നിലത്തേക്ക് വീണു. കുറുക്കൻ വേഗം തന്നെ അത് കൈക്കലാക്കി. എന്നിട്ട് കാക്കയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ മണ്ടൻ കാക്കേ, നീ ഞാൻ പറഞ്ഞ പ്രശംസകളിൽ വീഴുകയായിരുന്നു. ഹഹഹ. കാക്കയ്ക്ക് അപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. കേൾക്കുന്നത് എന്തും വിശ്വസിക്കരുത് എന്നുള്ള സത്യം. പ്രായമായ സിംഹവും കുറുക്കനും. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിനുള്ളിൽ ഒരു പ്രായമായ സിംഹം ഉണ്ടായിരുന്നു. പ്രായമായതുകൊണ്ട് പല്ലും നഖവും ഒക്കെ പലതും കൊഴിഞ്ഞുപോയിരുന്നു. ഇര തേടിപ്പിടിക്കാനുള്ള ആരോഗ്യവും കുറവായിരുന്നു. ഒരു ദിവസം സിംഹത്തിന് ഒരു സൂത്രം തോന്നി. സിംഹത്തിന് അസുഖം പിടിപെട്ടിരിക്കുകയാണെന്നും അവശനായി കിടക്കുകയാണെന്നും മരിക്കുന്നതിന് മുൻപ് എല്ലാവരെയും കാണണം എന്നും പറഞ്ഞ് സിംഹം എല്ലാവർക്കും ഒരു സന്ദേശം അയച്ചു. അടുത്ത ദിവസം ഒരു ആട് സഹതാപം അറിയിക്കാനായി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു. ആട് അടുത്തെത്തിയപ്പോൾ തന്നെ സിംഹം അതിന്റെ മേൽ ചാടി വീണ് ഭക്ഷണമാക്കി. അതിനടുത്ത ദിവസം ഒരു മാൻ അതുവഴി വന്നു. അതിനെയും സിംഹം ഭക്ഷണമാക്കി. അങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരായി സിംഹത്തിന് ഭക്ഷണമായി കൊണ്ടിരുന്നു. ഒരു ദിവസം സൂത്രശാലിയായ ഒരു കുറുക്കനായിരുന്നു ചെന്നത്. കുറുക്കൻ വളരെ ശ്രദ്ധയോടെയാണ് ഗുഹയിലേക്ക് ചെന്നത്. സിംഹത്തിന് അടുത്ത് നിന്നും സുരക്ഷിതമായ ഒരു അകലം പാലിച്ചായിരുന്നു കുറുക്കൻ നിന്നത്. എന്നിട്ട് ഭവ്യതയോടെ സിംഹത്തിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഇപ്പോ അസുഖം കുറവുണ്ടെന്നും അകത്തു കയറി സംസാരിക്കാമെന്നും സിംഹം കുറുക്കനോട് പറഞ്ഞു. ബുദ്ധിമാനായ കുറുക്കൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് കുറുക്കൻ സിംഹത്തിനോട് ചോദിച്ചു, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം പറയട്ടെ. ഇവിടെ ഈ ഗുഹയിലേക്ക് വരുന്നവരുടെ കാൽപ്പാടുകൾ തിരികെ പോയതായി കാണുന്നില്ലല്ലോ. പറയൂ പ്രഭു, അവര് ഏത് വഴിയിലൂടെയാണ് പുറത്തേക്ക് പോയത്? അപ്പോൾ സിംഹത്തിന് മനസ്സിലായി ഈ കുറുക്കനെ കളിപ്പിക്കാൻ സാധ്യമല്ലെന്ന്. കുറുക്കൻ തിരികെ കാട്ടിൽ പോയി എല്ലാവരോടും സിംഹം എല്ലാവരെയും പറ്റിക്കുന്ന കാര്യം പറഞ്ഞു. മറ്റുള്ളവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കിയത് കൊണ്ടാണ് കുറുക്കനെ അവന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. ഗുഹ. ഒരു കാട്ടിൽ ഒരു സിംഹം ഉണ്ടായിരുന്നു. എന്നത്തെയും പോലെ അത് ഇര തേടി നടക്കുകയായിരുന്നു. പക്ഷേ ഒന്നിനെയും കിട്ടിയില്ല. ഒടുവിൽ ഒരു ഗുഹയിൽ പോയി പതുങ്ങി കിടന്നു. അന്ന് രാത്രി അവിടെ തങ്ങാൻ വരുന്ന മൃഗത്തിനെ തിന്നാൻ സിംഹം തീരുമാനിച്ചു. ദിവസവും ആ ഗുഹയിൽ താമസിച്ചു വന്നിരുന്നത് ഒരു കുറുക്കനായിരുന്നു. അന്നും പതിവ് പോലെ കുറുക്കൻ ഗുഹയിലേക്ക് വന്നു. എന്നാൽ പുറത്ത് സിംഹത്തിന്റെ കാൽപ്പാടുകൾ കണ്ട് കുറുക്കൻ നിന്നു. ബുദ്ധിശാലിയായ കുറുക്കൻ തന്നെ കൊല്ലാൻ ഗുഹയിൽ പതുങ്ങിയിരിക്കുന്നുണ്ട് സിംഹം എന്നറിഞ്ഞ് ഒരു സൂത്രം ചെയ്തു. ഉടനെ കുറുക്കൻ, ഗുഹയെ, നിനക്കെന്റെ നമസ്കാരം എന്ന് പറഞ്ഞു. പക്ഷേ ഉത്തരമൊന്നും വന്നില്ല. കുറുക്കൻ വീണ്ടും ഗുഹയെ നോക്കി. എന്താ ഗുഹേ, നീ ദിവസവും എന്നോട് സംസാരിക്കുന്നതല്ലേ? എന്തു പറ്റി നിനക്ക്? ഉത്തരം പറയുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അകത്തിരുന്ന സിംഹം
തിരിച്ച് നമസ്കാരം പറഞ്ഞാൽ കുറുക്കൻ ഗുഹയിലേക്ക് വരുമെന്ന് തെറ്റിദ്ധരിച്ചു. നമസ്കാരം എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ തന്നെ കുറുക്കൻ, എടാ മടയൻ സിംഹമേ, ഗുഹ സംസാരിക്കുമോ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഓടിപ്പോയി. അപമാനത്തോടെ സിംഹവും പുറത്തു വന്നു. സിംഹവും മുയലും. ഒരിക്കൽ ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. വിശപ്പില്ലെങ്കിൽ പോലും മൃഗങ്ങളെ വേട്ടയാടുന്നത് സിംഹത്തിന് ഒരു ഹരമായിരുന്നു. സഹിക്കേണ്ട മൃഗങ്ങൾ അവസാനം സിംഹത്തെ സമീപിച്ചു. ദിവസവും സിംഹത്തിന് വിശപ്പടക്കാൻ ഓരോ മൃഗങ്ങളെ അയക്കാമെന്നും അനാവശ്യമായി മൃഗങ്ങളെ കൊല്ലുന്നത് നിർത്തണമെന്നും അവരഭ്യർത്ഥിച്ചു. സിംഹവും അത് സമ്മതിച്ചു. ഇനി മൃഗങ്ങൾ വാക്കു തെറ്റിച്ചാൽ ഉറപ്പായും എല്ലാ മൃഗങ്ങളെയും കൊല്ലുമെന്നും സിംഹം മുന്നറിയിപ്പ് നൽകി. മൃഗങ്ങളും സമ്മതിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഓരോ നിർഭാഗ്യവാന്മാരായ ജീവികൾ സിംഹത്തിന്റെ ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മുയലായിരുന്നു. പാവം മുയൽ, പേടിച്ചുപോയ മുയൽ കഴിയുന്നത്ര വേഗം കുറച്ച് സിംഹത്തിന്റെ ഗുഹയിലേക്ക് നടന്നു. വിശന്നിരുന്ന സിംഹം മുയലിനെ കണ്ടയുടനെ ഗർജിച്ചു. എന്താണ് ഇത്ര താമസിച്ചത്? ഈ പീക്കിരി മുയലിനെ തിന്നാൽ എന്റെ വിശപ്പ് എങ്ങനെ തീരും? മൃഗങ്ങൾ വാക്ക് തെറ്റിച്ചു. നിന്നെ തിന്നിട്ട് ബാക്കിയുള്ളതിനെയും കൊല്ലും, സിംഹം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, ഞങ്ങൾ 4 മുയലുകളാണ് താങ്കളുടെ ഭക്ഷണത്തിനായി വന്നത്. എന്നാൽ വഴിയിൽ വേറൊരു സിംഹം ഞങ്ങളെ തടഞ്ഞു. ഈ കാട്ടിലെ പുതിയ രാജാവാണെന്ന് പറഞ്ഞു താങ്കളെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 മുയലുകളെ ആ സിംഹം തിന്നു. ഈ വിവരം താങ്കളെ അറിയിക്കാൻ എന്നെ മാത്രം ജീവനോടെ അയച്ചു. മുയൽ പേടിച്ച് മറുപടി പറഞ്ഞു. സിംഹത്തിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. സിംഹം മുയലിനെയും കൂട്ടി പുതിയ സിംഹത്തിനടുത്തേക്ക് പാഞ്ഞു. മുയൽ സിംഹത്തിനെ ഒരു കിണറ്റിന്റെ അരികിലേക്കാണ് കൊണ്ടുപോയത്. കിണറ്റിലേക്ക് എത്തി നോക്കിയ സിംഹം വെള്ളത്തിൽ തന്റെ പ്രതിബിംബം കണ്ടു. പുതിയ സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. സിംഹം ഗർജിക്കാൻ തുടങ്ങി. സിംഹത്തിന്റെ ഗർജനം കിണറ്റിൽ പ്രതിധ്വനിച്ചു. പുതിയ സിംഹം തന്നെ നോക്കി ഗർജിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് കിണറ്റിലേക്ക് എടുത്തു ചാടിയ സിംഹം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതോടെ ക്രൂരനായ ആ സിംഹത്തിനെ കൊണ്ടുള്ള ശല്യവും അവസാനിച്ചു. മൃഗങ്ങൾ മുയലിനോട് നന്ദി പറഞ്ഞു. കേൾക്കുന്നതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കരുത്. വസ്തുതകളെ മനസ്സിലാക്കി കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് ഉത്തമം. കൂട്ടുകാരെ, ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കഥ ലൈക്ക് ചെയ്യുകയും ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. വീണ്ടും ഒരു നല്ല കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.